നമ്മൾ ആദ്യം പറയാൻ പോകുന്ന അതിഥി തൊഴിലാളികളെ കുറിച്ചാണ്. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അവർ ഈ നാട് വിട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ. നിരവധി വ്യവസായ മേഖലകൾ അവർ ഇല്ലാതായാൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അസം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുണ്ട്. അതിനൊപ്പം തന്നെ LPG പ്രതിസന്ധിയുണ്ട്. ഇതൊക്കെ കാരണം ഒരുപാട് തൊഴിലാളികൾ ഇപ്പോൾ അവരുടെ ജന്മനാടുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. മടങ്ങി വരൂ വേഗം, കണ്ണുനട്ട് കേരളം. ഹോട്ടൽ മേഖലകൾ, നിർമ്മാണ മേഖലകൾ, വ്യവസായശാലകൾ, മെക്കാനിക്കൽ ജോലികൾ, എന്തിന് കൃഷി വരെ ഇന്ന് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇവരുടെ വരവ് കേരളത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉള്ളത് എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരവും ആലപ്പുഴയുമാണ്. 30 ലക്ഷത്തിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് ആസൂത്രണ ബോർഡിന്റെ കണക്ക്. ഫ്ളാറ്റുകൾ, വൻകിട കെട്ടിട നിർമ്മാണ ജോലികൾ എന്നിവ ചെയ്യുന്നതും കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പെരുമ്പാവൂരിലെ തടിമില്ലുകൾ, പ്ലൈവുഡ് കമ്പനികൾ എന്നിവയും ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. പലയിടങ്ങളും നിർമ്മാണം വരെ നിലച്ചിരിക്കുകയാണ്. ഗ്യാസിന്റെ ക്ഷാമം മൂലം പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്ക് കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ നാട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കും. തൊഴിലാളികൾ കൂട്ടത്തോടെ മടങ്ങിയത് വലിയ പ്രതിസന്ധിയുണ്ടാക്കിയെന്ന് ഉടമകൾ പറയുന്നു. 50-60 പേർ തൊഴിലെടുത്തിരുന്ന കമ്പനിയിൽ ഇപ്പോൾ ഉള്ളത് 10 മുതൽ 15 പേർ വരെ മാത്രം. പെരുമ്പാവൂരിൽ നിന്ന് കുറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇത്രയധികം തൊഴിലാളികളെ അറ്റ് എ ടൈം കൊണ്ടുവരാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് അവരും നേരിടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കൂടുതൽ തൊഴിലാളികളും നാടുകളിലേക്ക് മടങ്ങിയതെങ്കിലും ഇനി ബക്രീദിന് ശേഷം മാത്രമേ ഒരു മടങ്ങിവരവ് തൊഴിലുടമകൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പലരും പണിയെടുത്ത ഇടങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുമോ എന്നുള്ളതും സംശയമാണ്. നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ തിരിച്ചുവരുമെന്നുറപ്പിക്കാൻ പലയുടമകളും ടിക്കറ്റ് വരെ എടുത്തു നൽകിയിട്ടുണ്ട്. തൊഴിലാളികളെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് സംഘടന പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നും നമ്മൾ ഒരുക്കുന്നൊന്നുമില്ല. പക്ഷെ സ്ഥാപന ഉടമകൾ കുറെ പേര് അങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് അവർ സ്വന്തമായിട്ട് ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തൊഴിലാളികൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. കേരളത്തിലെ തൊഴിലിടങ്ങൾ പലതും പ്രതിസന്ധിയിലാണ്. പലതിന്റെയും ഭാവി പോലും നിർണ്ണയിക്കാൻ കഴിയാത്തത്രോളം പ്രതിസന്ധിയിൽ. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കുന്നു എന്നുള്ളത്. ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലിടങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടുതലും ആശ്രയിക്കുന്നത് എന്ന്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സണ്ണി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്കാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലെ കുട്ടിക്കലാശം അത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും. അത്ര കളർഫുൾ അല്ല തമിഴ്നാട്ടിലെ കാര്യങ്ങൾ. തിരുവനന്തപുരം കളിയിക്കാവിള ചെക്ക് പോസ്റ്റിനപ്പുറം കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് എന്ന് പറയുന്ന നിയോജക മണ്ഡലമാണ്. അവിടേക്കൊന്ന് പോയി വരാം. കേരളത്തിലെ പ്രചാരണവും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കാം. അവിടെ നിന്ന് എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കളറല്ലെങ്കിലും കളം പിടിക്കണം. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ നാട്ടിലെ പ്രചാരണ കോലാഹലമൊക്കെ കണ്ടതാണല്ലോ. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് തമിഴ്നാട് വരെ ഒന്ന് പോയി നോക്കണം. അവിടുത്തെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ് എന്നൊന്ന് കാണുക തന്നെ വേണം. തിരുവനന്തപുരം ജില്ലയിലെ കളയിക്കാവിള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തമിഴകമാണ്. 23-ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണോ എന്ന് ആർക്കും സംശയം തോന്നും അവിടെ എത്തിയാൽ. അങ്ങോളം ഇങ്ങോളം നേതാക്കളുടെ ബഹുവർണ്ണ പോസ്റ്ററുകൾ കാണാനില്ല. കൂറ്റൻ ഹോർഡിങ്സുകളില്ല. മഷിയിട്ട് നോക്കിയാൽ പോലും ചുമരെഴുത്തു കാണാനില്ല. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവുമൊക്കെ പതിച്ച ഫ്ലക്സുകൾ എവിടെയും ഇടം പിടിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന ഹോർഡിങ്സുകൾ പോലും ഇല്ലേയില്ല. മൈക്ക് അനൗൺസ്മെന്റുമായി പ്രചാരണ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്നത് മാത്രം. നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമോ? മതിലുകളിലൊക്കെ വോട്ട് ചെയ്യണമെന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിളംബര പോസ്റ്ററുകൾ കാണാം. സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ചിത്രവുമൊക്കെ കാണണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ അന്വേഷിച്ച് നടക്കണം. இது தமிழ்நாட்டை பொறுத்த வரைக்கும் என்ன பண்ணுறாங்கன்னு சொன்னால், தேர்தல் ஆணையத்தினுடைய வேண்டுகோள் என்பது ஃப்ளெக்ஸ் வைக்கக்கூடாது, வெளியே சுவரில் எழுதக்கூடாதுன்னு சொல்லுவாங்க.
மற்றபடி நாங்கள் வந்து ஒவ்வொரு வீடு வீடாக போய் நாங்கள் வந்து கேன்வாஸ் பண்ணி மக்களை சந்தித்து வேட்பாளரை பற்றி சொல்லி அவங்க என்ன செய்ய போகிறாங்க, வேட்பாளர் என்னென்ன பண்ணாங்க, அந்த மாதிரிலாம் விஷயங்கள்லாம் சொல்லி மக்களுக்கு திட்டங்களெல்லாம் சொல்லி വോട്ട് കേൾப்போம். കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ടൗൺ പഞ്ചായത്ത് പരിധികളിൽ പ്രചാരണ പോസ്റ്ററുകളൊന്നും പാടില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ഉടമയുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രം ചുമരെഴുത്താകാം. കലാശക്കൊട്ടും കോലാഹലങ്ങളൊന്നുമില്ലാത്ത പ്രചാരണത്തിന് മാത്രമാണ് തമിഴകത്ത് അനുമതി. ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയും ചുമരെഴുത്തിനെ ചൊല്ലിയും പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ചൊല്ലിയുമൊക്കെ കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ തമിഴ്നാടിൻ്റെ പ്രചാരണത്തിലെ കണിശത അനുകരണീയമായ മാതൃകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കുഴിത്തുറയിൽ നിന്ന് ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം S വിനേഷ് കുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് വേനൽ കടുത്തിരിക്കുന്നു. കൊടും ചൂടാണ്. ഭാരതപ്പുഴയുടെ അവസ്ഥ വറ്റി വരണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പുഴ സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ആ മേഖലയിൽ നിന്ന് ഉയരുന്നത്. ഷാരിഖ് നവാസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നിളയുടെ മുറിപ്പാടുകൾ. കളകളാരവത്തോടെ ഒഴുകിയ പുഴയിൽ ഇന്ന് മണൽത്തിട്ടകൾ മാത്രമാണുള്ളത്. കടുത്ത വേനലിൽ ഭാരതപ്പുഴ മെലിഞ്ഞുണങ്ങി. പടിഞ്ഞാറൻ മേഖലയുടെ പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയും കൈവഴികളും മെലിഞ്ഞുണങ്ങിയതോടെ കർഷകർ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ കാലവർഷം തുടങ്ങുന്നതുവരെയും കൃത്യമായ ഇടവേളകളിൽ മഴ ലഭിച്ചിരുന്നതിനാൽ വേനലിന്റെ കാഠിന്യം കുറവായിരുന്നു. ഇത്തവണ മഴ വഴിമാറി വേനൽ അതിന്റെ പാരമ്യത്തിലെത്തി. മണൽത്തിട്ടുകളും വലിയ കുറ്റിച്ചെടികളും മാത്രമാണ് ഭാരതപ്പുഴയിൽ നിറയെ കാണാൻ കഴിയുന്നത്. തണ്ണീർത്തടം വരണമെങ്കിൽ ഇതിൻ്റെ താഴെ വെള്ളിയാട് എന്ന് പറയുന്ന ഒരു ഉരുക്ക് തടയണ ഉണ്ടാക്കിയിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ ഒരു തടയണുണ്ട് നേരെ മീതെ ഇതിൻ്റെ അടുത്ത് തന്നെ. ആ തടയണത്തെ വെള്ളമാണ് അമ്പലപ്പാറ പഞ്ചായത്തിലും ഒറ്റപ്പാലം നഗരസഭയിലേക്കൊക്കെ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. തടയണ പുനർനിർമ്മിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഭാഗം അനാവശ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മയക്കുമരുന്നും കഞ്ചാവും അതും ഇതൊക്കെ നടക്കുന്ന ഇപ്പോൾ അവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇവിടെ. ഇങ്ങനെ ജീർണാവസ്ഥയിൽ നിൽക്കുന്ന ഈ പുഴയെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഭരണകർത്താക്കളായാലും ആര് ഭരിക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇവിടുത്തെ ഈ വരൾച്ചേനെ മാറ്റാൻ സാധിക്കും. 90കളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ വെള്ളിയാട് വരെ നമുക്കൊരു പുഴയിൽ കിടക്കുന്ന കടലാസ് പോലും കണ്ടെത്താൻ കഴിയും. നമുക്ക് ഇന്ന് നോക്കി കാണില്ല. പുഴ വരണ്ടതോടെ വൈകുന്നേരങ്ങളിൽ ആളുകൾ വാഹനം ഉൾപ്പെടെ ഇറക്കി സവാരി നടത്തുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മഴക്കാലത്ത് നിള നിറഞ്ഞൊഴുകും. ആ സമയത്ത് വെള്ളമൊക്കെ ഉള്ള സമയത്ത് നിറഞ്ഞൊഴുകും. പക്ഷേ അതിനെ സംരക്ഷിക്കാനുള്ളൊരു സംവിധാനം ഇപ്പം നിലവിലില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് നദി ഈ പറഞ്ഞതുപോലെ ഒരു കാടായി മാറുകയാണ് നിള നദി. കാരണം നമുക്കറിയാം മുന്നേക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം നിന്നിരുന്ന ഒരു ഭാരതപ്പുഴയാണത്. പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മരവും പുല്ലുകളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു കാടാണ്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിലും മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ വാഹനങ്ങൾ ഉപയോഗിച്ച് സഫാരി നടത്തുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ ഭാരതപ്പുഴ മാറി എന്നുള്ളതാണ്. കാരണം റോഡ് പോലെ ആയി എന്നുള്ളത്. ഇവിടുത്തെ ആളുകൾക്ക് ഈ പുഴ കൊണ്ടുള്ള ഒരു ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തടയണ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം കുറച്ച് മുകളിൽ കയറമ്പാറയിലായിട്ട് ഒരു തടയണുണ്ട്. ആ തടയണ അവിടെ ആ പ്രദേശത്തൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞപ്പോൾ മാതന്നൂരിൻ്റെ തടയണ പണി നടന്നുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനിടയ്ക്ക് ഒരു തടയണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുടെ കുടിവെള്ള പ്രശ്നവും പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് വെള്ളം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്താനുമൊക്കെ അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. പുഴയിലെ മിക്ക തീരങ്ങളിലും മണൽത്തിട്ടകളുടെ അളവ് കൂടുതലാണെന്ന് ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പരിഹാരത്തിനായി മണലെടുപ്പിന് സർക്കാർ തലത്തിൽ ധാരണയുമായി. നിലവിലെ സാഹചര്യത്തിൽ ഈ വേനലിലും മണലെടുപ്പ് തുടങ്ങാൻ ഇടയില്ല. ഭാരതപ്പുഴയിലെ തടയണകളിൽ ജലലഭ്യത കുറഞ്ഞാൽ ആശ്രയം മലമ്പുഴ ഡാമാണ്. ഡാമിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ട് തടയണകൾ നിറച്ചാണ് പമ്പിംഗ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. കൊടുംവേനലിൽ വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ സങ്കീർണമായ സാഹചര്യമുണ്ടായിരുന്നത്. ഭാരതപ്പുഴ സംരക്ഷിച്ച് നിലനിർത്തണമെങ്കിൽ തടയണ നിർമ്മിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ ഒരു നദിയുണ്ടായിരുന്നു.
ഇവിടെ ഒരു നിളയുണ്ടായിരുന്നു, ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു, ഭാരതപ്പുഴയുണ്ടായിരുന്നു. കവി KR ചെത്തല്ലൂർ എഴുതിയ വരികൾ അന്വർത്ഥമാവുകയാണ്. ഭാരതപ്പുഴ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ഇനി മഴ ലഭിച്ചാൽ മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നിളയുടെ കാഴ്ചയിൽ നിന്ന് ഇനി കൊച്ചിയിലേക്കാണ് വരുന്നത്. അവിടെ പേരണ്ടൂർ കനാലിലെ മാലിന്യ കാഴ്ചകളിലേക്കാണ് തിരികെ. 8 മാസം മുൻപ് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും ഈ നഗരത്തിന്റെ മുഴുവൻ അഴുക്കും പേറിയാണ് പേരണ്ടൂർ കനാൽ നിലനിൽക്കുന്നത്. ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. പക്ഷേ ഒരു കാര്യത്തിലും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തേവരയിൽ നിന്ന് പേരണ്ടൂർ വരെ നീണ്ടുകിടക്കുന്ന 12 കിലോമീറ്റർ നീളമുള്ള മാലിന്യപ്പുഴയാണ് ഇന്ന് ഈ കനാൽ. നാൾക്കുനാൾ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് പണം മുടക്കുന്നതല്ലാതെ കനാലിന് പഴയ രൂപം കൈവരുന്നതൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. 8 മാസങ്ങൾക്ക് മുൻപ് ചെളി നീക്കിയും മാലിന്യങ്ങൾ മാറ്റിയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും നഗരസഭ മുന്നോട്ട് വന്ന കനാലിൽ ഇന്ന് കളവാഴിയും പ്ലാസ്റ്റിക്കും അഴുക്കുവെള്ളവും നിറഞ്ഞു. ഹൈക്കോടതി പോലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടും മലിനമാക്കുന്നവർക്ക് പിഴയും തടവുമുണ്ടാകുന്ന ബോർഡിനപ്പുറം കൊച്ചി കോർപ്പറേഷന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 12 കിലോമീറ്ററിന് 4 റീച്ചുകളിലായാണ് നിർമ്മാണത്തിനുള്ള കോൺട്രാക്ട്. പേരണ്ടൂർ കനാൽ ഇത്രയധികം മലിനമാകുന്നത് വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നൊക്കെയുള്ള മലിനജലം പേരണ്ടൂർ കനാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഓർജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താഴെയുള്ള പുഴകളടക്കം ക്ലീൻ ചെയ്യാനുള്ള പദ്ധതികൾ കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരണ്ടൂർ കനാലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. അതേപോലെ തന്നെ ഈ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകി പേരണ്ടൂർ കനാലിലേക്ക് അഴുക്ക് വെള്ളം പോകുന്ന പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് നേരെ MG റോഡ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഭാഗങ്ങളിലെ വെള്ളം നേരെ കായലിലേക്ക് ഒഴുക്കാനുള്ള പദ്ധതി കൂടി കൊച്ചിൻ കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഒഴുകുന്നതും ജനവാസ മേഖലയിലെ പ്രശ്നങ്ങളും വഴിയാത്രക്കാരുടെ അശ്രദ്ധയുമെല്ലാം കനാലിനെ മലിനമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് കോർപ്പറേഷന്റെ വാദം. ഇതിനു പുറമെയാണ് കനാലിൽ കാലങ്ങളായി അടിഞ്ഞിരിക്കുന്ന ചെളി. മഴക്കാലത്തിന് മുൻപായി കനാലിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ പ്രശ്നപരിഹാരം തീണ്ടാപ്പാടകലെയായിരിക്കും. ഒരു കാലത്ത് ഈ നഗരത്തിന്റെ ഹൃദയവാഹിനിയായിരുന്നു പേരണ്ടൂർ കനാൽ. ഇന്ന് മാലിന്യം പേറുന്ന ഒരു കനാലായി മാത്രം മാറുകയാണ്. പലകുറി പലരും പ്രഖ്യാപിച്ച പരിഹാരങ്ങൾ ഇന്ന് തീണ്ടാപ്പാടകലെയായി മാലിന്യം പേറുന്ന വെറുമൊരു കനാലായി മാറി. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ലാൽകൃഷ്ണൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചിയിൽ നിന്ന് ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ കല്ലറയിൽ തോടുകൾ നശിക്കുന്നത് നാടിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പോളയും മാലിന്യവും നിറഞ്ഞ് ഇത്തരത്തിൽ തോടുകൾ നശിച്ചതോടെ ജലഗതാഗതവും ശുദ്ധജല ലഭ്യതയും അവിടെ പ്രതിസന്ധിയിലാണ്. പലതവണ നാട്ടുകാർ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന വിമർശനം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കല്ലറ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മുണ്ടാർ മുതൽ പെരുന്തുരുത്തി വരെയുള്ള ഈ തോട് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. പോള കയറിയും ചെളിയടിഞ്ഞും തോട് നശിച്ചതോടെ നാട്ടുകാർക്കും ഇത് ദുരിതമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ നാട്ടിൽ ഭൂരിഭാഗം പേരും വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. തോട്ടിലൂടെ എളുപ്പത്തിൽ എല്ലായിടത്തും എത്താൻ ഇതിലൂടെ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വള്ളങ്ങൾ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കല്ലറയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് പഞ്ചായത്തുകൾ ഉത്തരവാദിത്ത ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പെപ്പർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പല പേരുകളുണ്ടല്ലോ, ആ പേരുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കല്ലറ പഞ്ചായത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ തോട്ടിലെ ഈ പ്രശ്നം, ഈ പോളയം പായൽ ഇതുപോലെ കിടക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുരേഷ് എന്ന് പറഞ്ഞൊരു സ്വകാര്യ വ്യക്തി ഒരു ശിക്കാര ബോട്ട് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിപ്പെട്ടി മേടിച്ചു. ഇപ്പോൾ അതിവിടെ കൊടുവരുത്തെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വെറുതെ ഇട്ടേക്കുക. അയാൾ കടത്തിനുമേൽ കടവായി. എന്തുകൊണ്ട്? ഈ സംവിധാനം ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ആവശ്യപ്പെട്ടതാണ് ഒരു 3 കോടി രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒഴുക്ക് നിലച്ചതോടെ ശുദ്ധജല ലഭ്യതയും പ്രദേശത്തില്ലാതായിട്ടുണ്ട്. ദൈനംദിന ജീവിതത്തിന്
തോട്ടിലെ വെള്ളം ഉപയോഗിച്ചിരുന്നവർ ഇപ്പോൾ മറ്റ് ജലസ്രോതസ്സുകൾ തേടുകയാണ്. തോട് വൃത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ഭയവും ജനങ്ങൾക്കുണ്ട്. ഈ തോടുകളുടെ പ്രശ്നം പല രീതിയിൽ പല തവണയായിട്ട് സർക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം മെയ് മാസം കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ് അന്നേരത്തെ നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമാകുന്ന ഒരു പഞ്ചായത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ തോട്ടിലെ പോള എന്ന് പറയുന്ന പ്രശ്നം ശാശ്വതമായിട്ട് മാറ്റിയില്ല എങ്കിൽ ഈ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിനുണ്ടാകുന്ന നമ്മുടെ ഈ തോട്ടിലെ ഏറ്റവും ചീത്തയായിട്ടുള്ള വെള്ളം അത് മറ്റ് സമീപത്തുള്ള വീടുകളിലേക്ക് കയറുകയും അതോടൊപ്പം തന്നെ പല അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രദേശത്തെ വിനോദസഞ്ചാരത്തെയും കൃഷിയെയും ഇത് ബാധിച്ചിട്ടുണ്ട്. തോട് വൃത്തിയാക്കണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും ഒന്നും നടപ്പായിട്ടില്ല. ഉൾനാടൻ ജലഗതാഗതത്തിനടക്കം വലിയ സാധ്യതകളുള്ള പ്രദേശം കൂടിയാണ് ഇത്. എന്നാൽ എന്തുകൊണ്ട് അധികൃതർ ഇതൊക്കെ കാണാതെ പോകുന്നുവെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി കാട്ടാനശല്യം സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം തെന്മല പഞ്ചായത്തിലെ ചെറുകടവ് വാർഡ് നിവാസികളുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ് കാട്ടാനശല്യത്താൽ. രാപകൽ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. വനംവകുപ്പിനെ പരാതി അറിയിച്ചിട്ടും ഒരു നടപടിയുമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ചെറുകടവിൽ നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. എന്ത് കാട്ടാന, എന്തു വനംവകുപ്പ്? കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ, അവറ്റകളെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർ, കൃഷി മാത്രം ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവിതവും ജീവനും തുലാസിലാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. തെന്മല പഞ്ചായത്ത് മുൻ അംഗം ലേസി അലക്സിന്റെ വീട്ടുവളപ്പിലെ റബ്ബർ ഷീറ്റ് പുര കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ആക്രമണത്തിലുണ്ടായത്. വീട്ടുമുറ്റത്തും കൃഷിയിടങ്ങളിലും പതിവ് സന്ദർശകരായി കാട്ടാന മാറിയതോടെ പേടിച്ചാണ് നാട്ടുകാർ ഓരോ മിനിറ്റും കഴിച്ചുകൂട്ടുന്നത്. മുറ്റത്ത് വരെ വന്ന് ഞങ്ങളെല്ലാം വാഴയും പിന്നെ തെങ്ങും എല്ലാം ഒരുപാട് റബ്ബറും എല്ലാം എൻ്റെ വലിച്ചു കളഞ്ഞു. ഒരുപാട് നഷ്ടം എനിക്ക് വന്നു. കൃഷികളെല്ലാം നശിപ്പിച്ചു. ഞാൻ കൊണ്ടുവന്ന് പരാതിയൊക്കെ കൊടുത്തു. ഫോറസ്റ്റുകാർ വന്ന് കണ്ടു. അവർ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങളുടെ താമസക്കാരുടെ എല്ലാം അയ്യത്തോട്ട് വന്ന് ആനശല്യമാണ്. പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. ഒരു ദിവസം 5 പ്രാവശ്യമൊക്കെ ആന ഇറങ്ങി. രാത്രി ഉറക്കമില്ല. ഇവിടെ വരുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും വിളക്ക് പൊട്ടിയത് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറും. ഇന്നലെ രാത്രി തന്നെ അങ്ങോട്ട് വന്ന് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് ഒറ്റ പിടിയില്ല. സന്തോഷിന്റെ വീട്ടിൽ ലൈറ്റ് അടിച്ചേ ഉള്ളൂ. അവിടെ രാജാടെ വാഴ എടുക്കാൻ വന്നതാണ്. ഞാൻ വന്ന് എടുത്തോണ്ട് പോയതാണ്. അങ്ങോട്ട് വന്നപ്പോഴത്തെ ലൈറ്റ് അടിച്ചു. ജോലി ലൈറ്റ് അടിച്ചപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഓട്ടോ ആയത്. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെയാണ് കഴിയുന്നതെന്നും ജോലിക്ക് പോകാൻ പോലും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ചെറുകടവുകാർ പറയുന്നു. രാത്രിയില്ല കൂടുതൽ ശല്യം. രാത്രി നമ്മൾ ഇങ്ങനെയല്ലേ, അവൻ വന്ന് അതിലേ കൂടെ വന്ന് റോഡേ കൂടെ അങ്ങ് പോവും. ഒരു മനുഷ്യർക്ക് ഒരു വാഴയോ ഒരു തെങ്ങ് ഒന്നുമില്ല. തെങ്ങ് ഒന്നും ഇല്ല. അങ്ങെല്ലാം പോയി. സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ഇരുചക്ര വാഹനങ്ങളിലും മറ്റും ജോലിക്കായി പോകുന്നവർ വഴിയിൽ കാട്ടാനകൾ നിലയുറപ്പിക്കുന്നതിനാൽ ജോലി ഉപേക്ഷിച്ച് തിരികെ വരുന്ന അവസ്ഥയാണ്. മണിക്കൂറുകളോളമാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്നത്. ഇറങ്ങാതിരിക്കാനായി പല സ്ഥലങ്ങളിലും വലിയ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അശാസ്ത്രീയമായാണ് അവ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാട്ടാനകൾ യഥേഷ്ടം കിടങ്ങുകൾ മറികടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. വനവകുപ്പുകാർ ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തത്. അവർ ഇഞ്ചപ്പള്ളി വനത്തിൻ്റെ നടുക്കൂടെ കിടങ്ങെടുത്ത ഞങ്ങളിവിടെ താമസിക്കുന്നവർക്ക് ഭയങ്കര ശല്യമാണ്. അന്ന് വന്നപ്പോൾ ഞാൻ ഡിപ്പോട്ടിയുടെ പറഞ്ഞതാ ഞങ്ങളുടെ വസ്തുവിനരികിൽ കൂടെ താമസക്കാരുടെ അരികിൽ കൂടെ കിടങ്ങെടുക്കാൻ പറഞ്ഞപ്പോൾ അല്ലേ വരുന്നെന്ന് പറഞ്ഞു. പിന്നെ കണ്ടില്ല. അടിയന്തരമായി സൗരോർജ്ജ വേലികൾ സ്ഥാപിച്ചും ജനങ്ങളുമായി ആലോചിച്ച് വേണ്ടിടത്ത് കിടങ്ങുകൾ ഒരുക്കിയും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നതാണ് ചെറുകടവ് നിവാസികളുടെ ആവശ്യം. അവരുടെ പരാതികൾ ഒറ്റപ്പെട്ടവയല്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരുമല്ല നമ്മുടെ മലയോര മേഖല. കൊല്ലത്തു നിന്നും സൂര്യഗായത്രി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ മാമ്പിലാട് തോട്ടക്കാട് മേഖലയിലേക്കാണ്. അവിടെ വണ്ട് ശല്യത്തെ തുടർന്ന് ആളുകളുടെ ജീവിതം അത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രദേശത്തെ 50 വീടുകളിലാണ് വണ്ട് ശല്യം രൂക്ഷമായിരിക്കുന്നത്. സുലവി എന്ന് തദ്ദേശീയമായി വിളിക്കുന്ന വണ്ടിന്റെ ശല്യം കാരണം വീടുകൾ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ ഇപ്പോൾ പരാതി പറയുന്നുണ്ട്. അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. വണ്ട് ഒരു ഭീകരജീവി.
വണ്ടുകൾ മനുഷ്യന്റെ സ്വൈര്യ ജീവിതം തകർക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പ്രേക്ഷകരെ കോഴിക്കോട്ടെ ഒരു മലയോര ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വണ്ടുകൾ കാരണം സ്വൈര്യ ജീവിതം തകർന്ന ആ മനുഷ്യരുടെ നിസ്സഹായസ്ഥയിലേക്കാണ് ഇനി പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവരുടെ ദുരന്തം ആരംഭിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപാണ്. പ്രദേശത്തെ മംഗള എസ്റ്റേറ്റ് റബ്ബർ തോട്ടത്തിലെ അടിക്കാടുകൾ കരിക്കുന്നതിനായി കെമിക്കൽ ഉപയോഗിച്ചതാണ് തോട്ടങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ വണ്ടുകൾ വീടുകളിലേക്ക് എത്താൻ കാരണം. ഒരു വീട്ടിലൊരു ഭക്ഷണം പോലും ഉണ്ടാക്കാനാവുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇത്ര വ്യാപകമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ തോട്ടത്തിൽ മംഗളത്തിൻ്റെ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു മരുന്നടിച്ചിട്ടുണ്ട്. ഈ എസ്റ്റേറ്റിൽ നിന്നാണ് ഈ സാധനം പൊന്തി വരുന്നത്. നമുക്കിവിടെ ജീവിക്കാനാകാത്തൊരു സ്ഥിതിയാണ്. ഞങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകണോ വേണ്ടെന്നുള്ളത് പിന്നെ അധികാരികൾ തീരുമാനിക്കണം. സന്ധ്യാസമയത്ത് കൂട്ടത്തോടെ എത്തുന്ന വണ്ടുകൾ വീട് മുഴുവനായും കൈയടക്കും. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് ചവിട്ടി പോവുകയും അതേപോലെ തന്നെ പിന്നെ ദേഹത്ത് എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പൊള്ളും, പിന്നെ പൊള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിക്കും. അങ്ങനത്തെ ഒക്കെ ഭയങ്കര അവസ്ഥയായതുകൊണ്ട് കുട്ടികളെ ഒന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റുന്നില്ല. 10-20 വീടുകൾക്ക് പൂർണ്ണമായിട്ടും ഭക്ഷണം കഴിക്കാനോ സന്ധ്യയായി കഴിഞ്ഞാൽ ലൈറ്റ് ഇടാനോ ഒന്നിനും പറ്റുന്നില്ല. ഇവിടെ താമസിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ നാട്ടുകാർക്ക് കഴിയുന്നില്ല. രാത്രിയാകുമ്പോൾ ലൈറ്റൊന്നും ഇടുകയില്ല, ഇരുട്ട് കുത്തിരിക്കൂ, വെള്ളം ചായ ചോറൊന്നും കഴിക്കുവാൻ പറ്റൂല. പിന്നെ അത് പഞ്ചായത്ത് പോലും വന്ന് ചോദിച്ചു എവിടുന്നാ വരുന്നത്. ഞാൻ പറഞ്ഞു എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാന്ന്. ശരീരത്തിൽ വണ്ട് വീണാൽ അവിടം ചൊറിഞ്ഞു തടിച്ച് പൊള്ളലേൽക്കുന്ന അവസ്ഥ. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഇതിൻ്റെ അലർജീൻ്റെ പ്രശ്നമായതുകൊണ്ട് പിന്നെ ചുമ വരുക, ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ. രാത്രി ഭക്ഷണം കഴിക്കാത്തത്, പിന്നെ വൈകുന്നേരം വരും, രാവിലെ ഞാളെ വീട്ടിൽ ഞാളെ ഷെഡായതുകൊണ്ട് ആ ഷെഡിൻ്റെ അകത്ത് ഇത് തങ്ങി നിൽക്കുന്ന തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ കൂടി നിൽക്കുന്ന. ഉറങ്ങാൻ പറ്റുന്നില്ല, ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെ മേലെല്ലാം പൊള്ളുന്നു. ഇവിടുത്തെ താമസക്കാരായ പലരും രാത്രിയിൽ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് നിലവിൽ. വണ്ട് ശല്യം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികളും മുൻകരുതലും വേണമെന്നാണ് കാവിലമ്പാറകാർക്ക് അധികൃതരോട് പറയാനുള്ളത്. അത് അവരുടെ അപേക്ഷയാണ്. അത് വേണ്ടപ്പെട്ടവർ കേൾക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കോടികൾ ചിലവഴിച്ച് വൻ പദ്ധതികൾ നടപ്പാക്കുകയും പിന്നീട് അത് തിരിഞ്ഞു നോക്കാതെ ആവുകയും ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ സ്വാഭാവികമായും പറഞ്ഞു പോകുന്നതാണ് പൊതുജനം കഴുതയല്ല സാർ എന്നത്. അങ്ങനെ 3.5 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു അഭയകേന്ദ്രം മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് ആർക്കും അഭയം നൽകാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. നിരവധി പേർക്ക് അഭയകേന്ദ്രം ആകേണ്ട ഇടമായിരുന്നു. പരിപാലിക്കാൻ ആളില്ലാത്തതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. മലപ്പുറത്ത് നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ടാണ് വെള്ളാനകളുടെ നാട്. ഇതാണ് മലപ്പുറം നഗരസഭയുടെ അഭയകേന്ദ്രം. നിങ്ങളെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ മലപ്പുറം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2024 ഒക്ടോബർ 28-നാണ് മലപ്പുറം നഗരസഭ കാവുങ്ങൽ നെച്ചിക്കുറ്റിയിൽ നിർമ്മിച്ച അഭയകേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ആരും നോക്കാനില്ലാത്ത വയോജനങ്ങൾ, ഭവനരഹിതർ, തനിച്ച് താമസിക്കുന്നവർ എന്നിവർക്ക് സൗജന്യ തണലൊരുക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. കിടപ്പ് മുറികൾ, ഹെൽത്ത് ക്ലബ്ബ്, മെഡിക്കൽ സപ്പോർട്ട് റൂം, ലൈബ്രറി അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയാണ് ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. 3.5 കോടി രൂപയും പദ്ധതിക്കായി ചിലവഴിച്ചു. വൈദ്യുതീകരണം, ചുറ്റുമതിൽ നിർമ്മാണം, ശുദ്ധജല കണക്ഷൻ എടുക്കൽ, ജീവനക്കാരെ നിയമിക്കൽ തുടങ്ങിയ ജോലികളൊക്കെ ഇനി ബാക്കിയാണ്. ചുരുക്കി പറഞ്ഞാൽ കെട്ടിടം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തതൊഴിച്ചാൽ മറ്റൊന്നും കഴിഞ്ഞ ഭരണസമിതി ചെയ്തില്ല. മലപ്പുറം നഗരസഭയിലുള്ള എല്ലാ പ്രവൃത്തികളുടെയും ഒരവസ്ഥ ഇതാണ്. അത് കൃത്യമായി പ്രവൃത്തി തീർക്കാതെ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടത്തിയതിൻ്റെ ഒരു പ്രശ്നമാണത്. കാരണം ഒരു അഭയകേന്ദ്രത്തിൽ ആദ്യം വേണ്ടത് അവിടെ ഒരു കെയർ ടേക്കറാണ്. അതിനാവശ്യമായ നഴ്സിംഗ് സ്റ്റാഫ്, പിന്നെ അതുപോലെ അവർക്ക് ഭക്ഷണം, കിച്ചൺ, അത് വളരെ അത്യാവശ്യമാണ്. കാരണം അഭയകേന്ദ്രമാണല്ലോ. പിന്നെ അത്യാവശ്യത്തിനുള്ള ഫർണിച്ചറും. ഇങ്ങനെയുള്ള ഒരു സംവിധാനവും ഒരുക്കാതെ ചെയ്തൊരു ഉദ്ഘാടനമാണ് അത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് നഗരസഭാ അധ്യക്ഷ പറയുന്നത്.
മറ്റു നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. എത്ര മനോഹരമായ കെട്ടിടമാണല്ലേ! ഇവിടേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും ഈ ഇഴഞ്ഞു നീങ്ങുന്ന പണി അല്പം വേഗത്തിലാക്കണം. മുഹമ്മദ് അർഷാക്കിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.